സ്വപ്നം പൂത്തുലയുന്ന ഗ്രാമീണ കാഴ്ചകൾ അത് പാലക്കാടിന് മാത്രം സ്വന്തമാണ്. തമിഴ്നാടിൻ്റെ ഗ്രാമീണത പാലക്കാടാണ്. കേരളത്തിൻ്റെ സുന്ദരമായ ഗ്രാമീണ കാഴ്ചയും പാലക്കാടാണ്. ടോള് കൊടുക്കേണ്ടത് ഉള്ളതുകൊണ്ട് വാണിയമ്പാറയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പഴയ ഹൈവേ കൂടെ എന്ന് വെച്ചാൽ പണ്ട് കുതിരാൻ്റെ മേലേക്കൂടെ വരുന്ന വഴി ഉണ്ടായിരുന്ന കാലത്തുള്ള ആ റോട്ടിലൂടെ ഋഷിനാരദമംഗലം കണ്ണമ്പ്ര വേല നടക്കുന്ന അതിലൂടെ അതിൽ പറയാൻ കാരണം ഇതാണ് കണ്ണമ്പ്ര വേല നടക്കുന്ന ഇടം. കണ്ണമ്പ്ര ജംഗ്ഷനിലെത്തുമ്പോൾ അവിടെ ഒരു ഇടതുപക്ഷ ചായവുണ്ട്. ഋഷിനാരദമംഗലം, ഋഷിനാരദന് കേരളത്തിൽ ഒരേ ഒരു സ്ഥലമുള്ളത് വേണമെങ്കിൽ ഇവിടെ ആയിരിക്കാമെന്ന് തോന്നുന്നു. ഋഷിനാരദമംഗലം മന്ദം, മന്ദം എന്ന് പറഞ്ഞാൽ മണ്ഡപം എന്നാണ് അർത്ഥം. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലക്കാടൻ കറികൾ. ഫ്ലേവറുകളൊക്കെ കുറഞ്ഞ് വെട്ടിയാൽ മുറിയാത്ത തൃശ്ശൂരത്തെ സാമ്പാറൊന്നും ഇല്ലാതെ വളരെ ലാളിത്യമുള്ള കറികളായിട്ടുള്ള ഒരു ഹോട്ടലാണ്. വളരെ ഏജായിട്ടുള്ള ഒരു ചേട്ടനാണ് അവിടുത്തെ കച്ചവടം നടത്തുന്നത്. ഒരു ചെറിയ നമ്മുടെ ഗ്രാമീണത മുറ്റി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ചെറിയൊരു ചായക്കട. അഴിയിലൂടെ വെളിച്ചം അകത്തേക്ക് വരുന്നതും റേഡിയോയുടെ ശബ്ദം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ അപൂർവമായ ഇടങ്ങളിലൊന്ന്. സ്പെഷ്യലൊന്നും ചോദിച്ചാൽ സ്പെഷ്യലൊന്നും ഉണ്ടാവില്ല. തൈരുണ്ടാവും, പരിപ്പോടി ഉണ്ടാവും, എന്തിനധികം അത് മതി. വയറ് നിറച്ച് ഊണ് കഴിക്കാം. അവസാനത്തെ ആ ഒരു തരി നക്കി തിന്നാനായിട്ടുള്ള ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള അപൂർവമായ ഒരു ഊണാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഈ ഋഷിനാരദമംഗലത്തെ ഇവിടുത്തെ ഈ ഊണ്. കാരണം ഇതിന് അങ്ങനെ ഇപ്പോൾ ഫ്ലേവറായിട്ടുള്ള കൂടുതൽ ഫ്ലേവർ ചേർന്ന കറികളൊന്നുമില്ലൊരു സാമ്പാർ, കൂട്ടുകറി ഉണ്ടാവും, തോരനുണ്ടാവും, നല്ല നാടൻ മാങ്ങയുടെ സാദാ നാടൻ അച്ചാറുണ്ടാവും. ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ. പക്ഷേ ഇതിന് നമുക്ക് തോന്നുന്നൊരു സുഖം എന്താണെന്ന് വെച്ചാൽ നമുക്കധികം ഇങ്ങനെ തലേദിവസത്തെ കറികൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. കല്യാണത്തിന് തലേദിവസം പോകുമ്പോൾ അവിടെ ഫ്ലേവറില്ലാത്ത സാമ്പാർ അധികം ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഒരാളുടെ ഇഷ്ടത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇത്രയും കാര്യമായിട്ട് പറയാനുണ്ടോ ഇവിടെ വന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാനൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഗ്രാമീണതയിലുള്ള ഇഷ്ടംപോലെയുള്ള ഹോട്ടലുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ പോകുമ്പോൾ ഒരു 11 മണി, 12 മണി, 1 മണി ആ സമയത്തൊക്കെ 1 മണി കഴിഞ്ഞാൽ ഊണ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്രയ്ക്കൊക്കെ ഊണ് ഉണ്ടാവുള്ളൂ. 12:30 ആകുമ്പോഴേക്കും ഊണ് കിട്ടും. ഇദ്ദേഹമാണ് ഇത് നടത്തുന്നത്. ഒരു ചായ എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ പോയി ചായ എടുത്ത് കൊണ്ടുവരുന്ന പരിപാടിയാണ്. അല്ലാതെ വേറെ ആരും സ്റ്റാഫൊന്നുമില്ല. അതിനുള്ള മാത്രമുള്ള കച്ചവടമുള്ളൂ. നമ്മുടെ ഗ്രാമീണ റോഡുകൾ എത്ര മനോഹരമായിരിക്കുന്നു എന്നുള്ളത് ആരോടും പറയേണ്ട കാര്യം. മൂന്നാമത്തെ കാഴ്ചകളായാലും അരിക്കൊമ്പനെ കൊണ്ടുപോകുമ്പോഴുള്ളത്, ഇവിടെ വരുമ്പോഴും പാലക്കാട് പോകുമ്പോഴുള്ള കാഴ്ചകളായാലും എല്ലാ റോഡുകളും ഏതാണ്ടൊക്കെ മെക്കാഡൻ ടാറിങ് നടത്തി റബ്ബറൈസ്ഡ് റോഡുകളായി മാറിയിരിക്കും. അതിനുള്ളിൽ കൂടെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ സുഖം സൂക്ഷിച്ച് ഓടിക്കണം എന്നുള്ളത് ഒരു പ്രധാന കാര്യം കൂടിയാണ്. ഇവിടെ വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലം, അത് ചപ്പാത്ത് പോലെയായിരുന്നു ആദ്യം, താഴെ കൂടെ ഇറങ്ങി പോകുന്ന രീതിയിൽ. ഇപ്പോൾ അത് മനോഹരമായിട്ട് പാലമായിട്ട് നിർമ്മിച്ചിരിക്കുന്നു. പാലം മനോഹരമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഈ യാത്ര ഇരട്ടക്കുളത്ത് ചെന്ന് അവസാനിക്കും. ടോള് കൊടുക്കാതെ പോകാം എന്നുള്ളതും ഒക്കെയാണ് എന്നെ പ്രേമ സംഗീതമാടുന്നീ യാനലീന മേരി